പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് കാണാതെ പഠിക്കണം. ഐ, യു, ദേ ഇവയുടെ കൂടെ ഹാവ് ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിയകൾക്കും 3 രൂപങ്ങളുണ്ട്. ഉദാഹരണമായി വർക്ക് എന്ന ക്രിയ എടുക്കുക. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. വർക്ക് പ്രസൻറ്റ് ഫോം, വർക്ക്ഡ് പാസ്റ്റ് ഫോം. മൂന്നാമത്തെ രൂപമായ പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക്ഡ് തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വാക്കുകൾ പഠിക്കാൻ കഴിയുമോ അത്രയും നല്ല കാര്യമാണ്. ചെറിയ ചെറിയ വാക്കുകളുടെ 3 രൂപങ്ങളും പഠിച്ചു വെച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. അത് പഠിക്കാൻ ശ്രമിക്കണം. ഒരു പ്രവൃത്തി പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥം വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ചെയ്തിട്ടുണ്ട് എന്ന പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഉദാഹരണമായി ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ രൂപം. കൂടാതെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് റിസൾട്ടേറ്റീവ് പ്രസൻറ്റ് പെർഫെക്റ്റ്, കണ്ടിന്യൂറ്റീവ് പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള വകഭേദങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കും. അത് നമുക്ക് പിന്നീട് പഠിച്ചാൽ മതി. ഇപ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന 2 വകഭേദങ്ങളെക്കുറിച്ച് പറയാം. ഐ ഹാവ് ലീവ്ഡ് ഹിയർ സിൻസ് 2005. ഞാനിവിടെ 2005 മുതൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൻസ് 2005 എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 2005 മുതൽ നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അത് സിൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുക. സിൻസ് ഉപയോഗിക്കാൻ കാരണം ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. അതായത് 2005 എന്ന പോയിൻ്റ് ഓഫ് ടൈമിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ ഫോർ ഉപയോഗിച്ച് പറയാം. ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 30 years. ഞാനിവിടെ 30 വർഷമായിട്ട് താമസിച്ചിട്ടുണ്ട്. അത് പീരീഡ് ഓഫ് ടൈമാണ്. 30 വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫോർ ഉപയോഗിക്കുന്നത്. ഇതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ സിൻസിൻ്റെയും ഫോറിൻ്റെയും ഉപയോഗം ഇത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.